പ്രാർത്ഥിക്കുവാനായിട്ടാണല്ലോ വന്നിരിക്കുന്നത്. മൊബൈലെല്ലാം ഒന്നീ സ്വിച്ച് ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ മറ്റേ പുറത്ത് നിൽക്കുന്ന ആരെയും നിങ്ങളുടെ ബന്ധുക്കളെ ആരെങ്കിലും അവരെ കൊടുക്കണം. ദയവ് ചെയ്ത് എല്ലാവരും ഈ രണ്ട് സഹോദരങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹം, നല്ലൊരു കുടുംബജീവൻ നയിക്കാൻ ഇവരെ അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. രണ്ടു കൂട്ടരെയും പ്രത്യേകമായിട്ട് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ജിതിനച്ഛന് ശുശ്രൂഷയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നു. ആകാശം ഭൂമി പരിശുദ്ധൻ 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 കർത്താവിൽ പ്രിയ ജീവൻ നിന്റെ സഭയിൽ നിൽക്കുന്ന ലീനായെ ക്രിസ്തീയ പ്രമാണവും തിരുസഭയുടെ നിബന്ധനകൾ അനുസരിച്ച് വിവാഹം ചെയ്യാൻ കർത്താവിൽ പ്രിയ ലീന നിന്റെ സമീപം നിൽക്കുന്ന ബിബിനെ ക്രിസ്തീയ പ്രമാണവും തിരുസഭയുടെ നിബന്ധനകൾ അനുസരിച്ച് വിവാഹം ചെയ്യാൻ ഞങ്ങളുടെ സന്തോഷങ്ങൾ സൗഹാർദ്ദത്തിന് ഞങ്ങളെ യോഗ്യമാരാകണമേ. കാരുണ്യപൂർവ്വം ഞങ്ങളുടെ ദുഃഖങ്ങൾ വായിച്ച് ദയാപൂർവം ഞങ്ങളുടെ സുഹൃതങ്ങൾ വർദ്ധിപ്പിക്കണമേ. നിന്റെ അനുഗ്രഹങ്ങളുടെ കണങ്ങളിലും ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും
ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും അർപ്പിക്കുമാറാകണമേ. മോഹൻ വാലോഹാലോൽമി സന്തോഷവും സ്നേഹിക്കുവാനും പരസ്പരം സ്വീകരിക്കുവാനും തക്കവണ്ണം ഇവർക്ക് ഹൃദയക്കും നൽകണമേ. ചേട്ടനുണ്ട്. പുറജാതികളുടെ പുത്രിയെ തനിക്ക് സഭയായി തിരഞ്ഞെടുക്കുകയും സകല വിധകളങ്ങളിൽ നിന്ന് നമ്മളെ തന്നെ നിർമ്മല രക്തത്താൽ പവിത്രീകരിക്കുകയും ചെയ്ത സ്വർഗീയ മണവാളനെ സ്തുതി.
തന്റെ സഭയുടെ വിഭാഗങ്ങളിൽ സകല വിജാതികളെയും സ്വജാതികളെയും പ്രവാചകന്മാരെയും ഇഷ്ടപ്പെട്ടവനാകുന്നു. അവന് സുദാസുന്റെ മോതിരങ്ങൾ ആശീർവദിക്കപ്പെടുന്ന ഈ സമയത്തും സകലവൻ ആരാധനയും യോഗ്യമാകുന്നു. മറ്റേ പയ്യൻ്റെ വൈഡാങ്കിൽ ലെൻസ് വേണ്ടി വാങ്ങിച്ചു തരണേ. മറ്റേ പയ്യൻ്റെ നിന്റെ സൃഷ്ടിയെ നീ അനുഗ്രഹിച്ച് ശ്രേഷ്ഠമാക്കി കരുണാപൂർവം സഹായിക്കുകയും അതിന്റെ വിശ്വാസത്തെ മഹാമനസ്കതയോടെ സ്വീകരിക്കുകയും ചെയ്തു. നീ മനുഷ്യരുടെ സർവപരിജ്ഞാനത്തിനുപരിസ്ഥിതിയും അതീതനും സദാ നന്മകൾ സമൃദ്ധനും തിന്മകളിൽ നിന്ന് വിദൂരസ്ഥനുമാകുന്നു. നീ അനശ്വരമായ വെടിപ്പുള്ള മോറോനും അനാദ്യന്തമായ നില എല്ലാവിധ കഷ്ടതകൾക്കും മരണത്തിനും അതീതനുമാകുന്നു. നിന്റെ വിശുദ്ധ സഭയ്ക്ക് നശിച്ചുപോകാത്തവിധം നീ അനുഗ്രഹങ്ങൾ നൽകുകയും പരിമളം കൊണ്ട് ദൈവോടെ അവളെ നിറയ്ക്കുകയും ചെയ്തു. ഭൗത്വത്തിന്റെ നിലയ്ക്ക് നീ അവളെ ധരിപ്പിച്ചു. വെള്ളം കൊണ്ട് മാറ്റിയാക്കി തീർത്തു. ശത്രുവിന്റെ തലയിൽ ശക്തിയോടെ നീ ചവിട്ടി. ജയം നൽകുന്ന നിന്റെ തിരുശ്രീകൾക്ക് നീ മോതിരമായി വെടിപ്പോടെ നൽകുകയും നിന്റെ സന്തോഷരശ്മിയാൽ അവളെ പ്രശോഭിപ്പിക്കുകയും ചെയ്തു. ദൈവികദാനത്താൽ അവളെ നിന്നോടുകൂടെ വസിപ്പിച്ച് വിശുദ്ധ സ്ത്രീകന്മാർ മുഖേന പരിപൂർണയാക്കി. സ്ത്രീ പുരുഷന്മാരുടെ വിവാഹനിശ്ചയം മോതിരത്തിൽ കൂടെ നിവൃത്തിയാകണമെന്നും വിവാഹനിശ്ചയം ചെയ്തവരുടെ ആനന്ദം മോതിരത്തിൽ കൂടെ പൂർണ്ണമാകണമെന്നും നിശ്ചയിച്ചവൻ നീയാകുന്നു. ദൈവമായ കർത്താവേ, ഇപ്പോൾ നിന്റെ ബലഹീനദാസരായി ഞങ്ങൾ വാഴ്ത്തുന്ന ഈ മോതിരങ്ങളെ സന്തോഷപൂർവ്വം അനുഗ്രഹിക്കണമേ. ഈ മോതിരങ്ങളെ കരുണാപൂർവ്വം വാഴ്ത്തി ഇവരുടെ ബന്ധത്തെ വിശുദ്ധീകരിക്കണമേ. കർത്താവേ, വിശുദ്ധ സഭയുടെ മോതിരത്തെ നീ വാഴ്ത്തിയ പ്രകാരം ദൈവികാശിസുകളാൽ ഈ മോതിരങ്ങളെ വാഴ്ത്തണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പുത്രനായ മണവാളനും പുത്രിയായ മണവാട്ടിയും ജ്ഞാനത്തിൽ പരിപൂർണരായി തീരണമേ. ഇവർ നിന്റെ അനുഗ്രഹം പ്രാവശ്യം പ്രകീർത്തിക്കുകയും തിരുമുമ്പാകുന്നതിനെയും പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും ഇടപെടാ സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ഓശോ Oh,
വിശുദ്ധയും നിർമ്മലമുള്ള ആത്മാക്കളെ തനിക്കായി വിവാഹ നിശ്ചയം ചെയ്യുന്ന സത്യമണവാള, നിന്റെ പ്രതാപത്തിന് മുമ്പിൽ നിൽക്കുന്ന ഇളയവരാജനുടെ മധ്യസ്ഥതയിൽ നിന്റെ ദാസർ പരസ്പരം വിവാഹ നിശ്ചയം ചെയ്ത് നിന്നെ അവരുടെ ദാമ്പത്യത്തിന്റെ മധ്യസ്ഥനായി സ്വീകരിച്ചിരിക്കുന്നു. ഇവരിൽ നിന്ന് സുഹൃത നടപടികളുടെ ഹൃദയപരിമളം വീശുവാനും ഇവർ തമ്മിൽ യഥാർത്ഥ സ്നേഹവും ശാന്തിയും സമാധാനവും ഐക്യം ഉണ്ടാകുവാനും നീ ഇടയാക്കണമേ. ആത്മാവിലും ശരീരത്തിലുമുള്ള നൈർമല്യം കാക്കുന്നതിന് അന്യോന്യം സഹായിക്കുവാൻ ഇവരെ ശക്തരാക്കണമേ. ഇവർ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായ്ക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും അർപ്പിക്കും. കാരുണ്യത്താലും ബഹുലവും സനാതനവുമായ കൃപയാലും ഈ മോതിരങ്ങൾ ആശീർവദിക്കുന്ന പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. വിശുദ്ധ സഭയുടെ മക്കളുടെ സന്തോഷപൂർത്തിക്കായി ഈ മോതിരങ്ങൾ ആശീർവദിക്കപ്പെടുന്നു. നമ്മുടെ കർത്താവായ യേശുമിശിഹാ തന്റെ വലത്തെ കരുണാപൂർവ്വത്തിലേക്ക് നീട്ടട്ടെ. നിന്റെ വിവാഹോടമ്പടിയുടെ മോതിരത്തോടൊപ്പം കാരുണ്യവാനായ അവന്റെ കൃപയും അനുഗ്രഹവും നീ പ്രാപിക്കട്ടെ. നന്മകൾ നിറഞ്ഞതും വാഴുകൾ നൽകുന്നതുമായ വലത്തെ നിന്നോടുകൂടി ആയിരിക്കുകയും ആയുഷ്കാലം മുഴുവൻ നിന്നെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ. നമ്മുടെ കർത്താവായ യേശുമിശിഹാ തന്റെ അനുഗ്രഹപൂർവ്വമായ വലത്തെ അദൃശ്യമായ നിങ്ങളിലേക്ക് നീട്ടട്ടെ. വിശുദ്ധ ശ്ലീഹന്മാരിൽ നിന്ന് എന്ന പ്രകാരം വിശുദ്ധാചാര്യന്മാരുടെ കൈകളിൽ നിന്ന് നിന്റെ വിവാഹയുടെ മോതിരം നീ സ്വീകരിക്കുക. ആത്മശരീരങ്ങളുടെ ആരോഗ്യത്തോട് ഹൃദയ സന്തോഷത്തോടും കൂടെ നമ്മുടെ കർത്താവിനും അവന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും നീ സ്തുതി അർപ്പിക്കണം. സഭയുടെ സന്തോഷത്തെ തന്റെ അഭിഷിക്തർ വഴി പൂർത്തീകരിച്ച ദൈവം അന്യോന്യം വിവാഹനിശ്ചയം ചെയ്തിരിക്കുന്ന ഈ മക്കളെ സത്യത്തിലും നീതിയിലും പൂർണ്ണരാക്കട്ടെ. തങ്ങൾ സ്വീകരിച്ച മോതിരങ്ങളോടുകൂടെ സ്വർഗീയ അനുഗ്രഹങ്ങൾ ഇവർ പ്രാപിക്കുമാറാകട്ടെ. കർത്താവ് സകല കപട സ്നേഹവും ഇവരിൽ നിന്ന് നീക്കിക്കളയുകയും അന്യോന്യം സ്നേഹിക്കുവാൻ തക്കവണ്ണം സ്നേഹാഗ്നിയാൽ ഇവരുടെ ഹൃദയങ്ങളെ ജ്വലിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. ലില്ലി പുഷ്പങ്ങളെക്കാൾ സൗരഭ്യമേറിയ പരിപാകതയിൽ തങ്ങളുടെ മനസാക്ഷിയെ നയിക്കുവാൻ ഇവർക്കിടയാകട്ടെ. പാവനമായ വിവാഹത്തിന്റെ നിർമ്മല പാതയെ നശിപ്പിക്കുന്ന ദുഷ്ടാത്മാക്കളിൽ നിന്ന് ദൈവം ഇവരെ സംരക്ഷിക്കുമാറാകട്ടെ. കർത്താവ് പരിപാകതയാൽ ഇവരെ അലങ്കരിക്കുകയും വിനയത്താൽ ശ്രേഷ്ഠരാക്കുകയും ചെയ്യുമാറാകട്ടെ. ഇസ്ഹാക്കിന്റെയും റബേക്കയുടെയും വിവാഹ നിശ്ചയം സ്വർണ്ണാഭരണങ്ങളാൽ പൂർത്തിയാക്കിയതുപോലെ ഇവരുടെ ഉടമ്പടിയെയും നീതിയാകുന്ന മോതിരങ്ങൾ കൊണ്ട് പൂർണ്ണമാക്കട്ടെ. മണവാളനെ തന്റെ വീണ്ടെടുപ്പ് വഴി ആനന്ദിപ്പിക്കുകയും മണവാട്ടി അക്ഷയമായ മനോഹര ഭൂഷണങ്ങൾ കൊണ്ട് അലങ്കരിക്കുകയും ചെയ്യട്ടെ. സ്വർണ്ണാഭരണങ്ങൾ കൊണ്ട് എന്നതിലധികമായി വിശുദ്ധിയുടെ മുദ്ര കൊണ്ട് ഇവർ അലങ്കരിക്കപ്പെടുമാറാകട്ടെ. ഇവർ അന്യോന്യം ബന്ധവും സഹവാസവും തന്റെ പ്രീതിക്കും യോഗ്യമായ വിധത്തിലുള്ള സ്വഭാവ സംസ്കരണത്തിന് ഉതകുവാൻ ദൈവമായ കർത്താവിടയാകട്ടെ. മനുഷ്യവർഗത്തെ ദ്വേഷിക്കുന്ന അസൂയാലുക്കളായ ദുഷ്ട മനുഷ്യരുടെ കൈകളിൽ നിന്ന് ദൈവം ഇവരെ സംരക്ഷിക്കുമാറാകട്ടെ. കർത്താവ് തന്റെ സന്നദ്ധയിൽ നിന്ന് നല്ല കാലങ്ങളും അനുഗ്രഹ സമ്പൂർണമായ സംവത്സരങ്ങളും ഇവർക്ക് നൽകട്ടെ. ദൈവമായ കർത്താവേ, നിന്റെ മഹിമയുടെ മുമ്പിൽ നിൽക്കുന്ന ബലഹീനരും പാപികളുമായ ദാസരാകുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകൾ നീ കേൾക്കണമേ. ഇവർക്ക് അനുഗ്രഹീത സന്താനങ്ങളെയും സന്തോഷകാലങ്ങളെയും നൽകണമേ.
സുഹൃത്തുക്കളാകുന്ന സമ്പത്ത് ഇവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകണമേ. നിന്നിലുള്ള സത്യവിശ്വാസത്തിൽ ഇവരെ സ്ഥിരപ്പെടുത്തുകയും ഇവരുടെ സന്താനങ്ങൾക്ക് അവകാശമായി കൊടുക്കുവാൻ സഹായിക്കുകയും ചെയ്യണമേ. വിജയപ്രദമായ സ്നേഹായാൽ ഈ മണവാളനെയും മണവാട്ടിയെയും കാത്തുകൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, ഞങ്ങളെല്ലാവരിലും നിന്റെ കരുണ വർഷിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടവ നിന്നോട് യാചിക്കണമെന്ന് നീ ഞങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. കൃപാദാനങ്ങളിൽ നീ ഉത്സുകനാകുന്നു. ശിക്ഷാർഹരോടുള്ള പ്രതികാരത്തിൽ നീ ഉദാസീനതയും ദീർഘക്ഷമയും കാണിക്കുന്നു. കർത്താവേ, ദേശാടനം ചെയ്യുന്നവരെയും നിന്റെ ശ്രേഷ്ഠാധികാരത്തിന് വിധേയരായി കഴിയുന്ന സ്ഥിരവാസികളെയും പ്രത്യേകിച്ച് ഇവിടെ സന്നിഹിതരായി നിന്റെ കരുണയുടെ നിഴലിലും ദയയുടെ തണലിലും സങ്കേതം പ്രാപിച്ചിരിക്കുന്ന ഇവരെയും അനുഗ്രഹിക്കണമേ. എല്ലാ പ്രവർത്തികളിലും നല്ലവരായി തീരുവാൻ ഇവരെ നീ സഹായിക്കണമേ. ഇവരുടെ പ്രയാണം നിന്റെ സത്യത്തിൽ കൂടെയാകുവാൻ നിന്റെ ന്യായപ്രമാണ മാർഗത്തിൽ ഇവരെ നയിക്കണമേ. സ്വർഗരാജ്യത്തിലെത്തിക്കുന്ന നേർപാതയിൽ സഞ്ചരിക്കുവാൻ ഇവർക്ക് നീ കൃപ നൽകണമേ. ഇവർ ആധ്യാത്മിക നൽവരങ്ങളിൽ തൽപരരും പാപമാകുന്ന മരണത്തിൽ നിന്ന് അകന്നവരുമായിരിക്കുവാൻ ഇടയാക്കണമേ. ഇവർ ഒരുമിച്ച് ശപിക്കപ്പെട്ട സാത്താന ദാസ്യത്തിൽ നിന്ന് ഓടിയകന്ന് നിന്റെ പരിശുദ്ധിയെ സമീപിക്കുവാൻ തക്കവണ്ണം ഇവരുടെ ഹൃദയങ്ങളെ ഐക്യപ്പെടുത്തണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിൽ എന്നേക്കും നാം പ്രാപിക്കുക. ശ്രീ
സുന്ദരികളിലതി സുന്ദരി ജാതികളിൻ സുതൈ നിന്നധരങ്ങൾ മധുവർഷിക്കുന്നു വസന സുഗന്ധം പകിനേ കുസുമസുമം സദയേവിലമനോകേ മലിനദമിതം ശ്രീവായേവത്തിപ്പതിയാം വ്യാജാമോഷിയ ഹല്ലേലൂയ പാലിക്കും നിന്നെ പാലിക്കുമോ വെള്ളത്തെ മേൽത്തരം വീഞ്ഞാക്കി മാറ്റിയ മനുഷ്യ സ്നേഹിയും നീതിയുടെയും സത്യത്തിന്റെയും മണവാളനുമായ കർത്താവേ, ഈ സുഗന്ധവും കരുണാപൂർവം സ്വീകരിച്ച് നിന്റെ വിശുദ്ധ ബലിപീഠത്തിന് മുമ്പിൽ തലവരിച്ചു നിൽക്കുന്ന ഈ നിന്റെ ദാസരെ നീ അനുഗ്രഹിക്കണമേ. കരുണാപൂർണമായ വലത്തുനിയോരെല്ലാം വസിപ്പിക്കണമേ. നിങ്ങളെല്ലാവരും നിന്റെ വലത്തുഭാഗത്ത് നിന്നുകൊണ്ട് നിന്റെ കാരുണ്യം ദർശിക്കുകയും നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. വിശുദ്ധ പൗലോസ്ലീഹ എഫെസോസിലെ ലേഖനത്തിൽ നിന്നും സ്നേഹങ്ങളുടെ സ്തുതി ആജ്ഞാനുഗ്രഹങ്ങൾ നമ്മുടെ മേലും ഉണ്ടായിരിക്കട്ടെ. ഇപ്പോഴും എല്ലാറ്റിനും വേണ്ടി നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ നാമത്തിൽ ഇന്ന് നാം മിശിഹായുടെ ശരീരമായ സഭയുടെ ശിരസ്സായിരിക്കുന്ന പോലെ ഭദ്രന്മാരുടെ ശിരസ്സാണ് മിശിഹാ തന്നെയാണ് ശരീരത്തിന്റെ രക്ഷകൻ. സഭ മിശിഹായ്ക്ക് വിധേയമായിരിക്കുന്നത് പോലെ ഭാര്യമാരെല്ലാം ഭർത്താക്കന്മാരുടെ വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരെ വിശ്വാസമയെ സ്നേഹിക്കുകയും അവനെ വിശ്വസിക്കാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ സ്നേഹിക്കുന്നതിന് ജനങ്ങളുടെ കഴുകി വശത്താവിൽ വെള്ളതാക്കി. ഇത് അവിടെ കരയോശയോ മറ്റു കുറവുകളോ ഇല്ലാത്ത ബോധപൂർവനായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കണതിയായി പരിശുദ്ധമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവർ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ഒരിക്കലും സ്വന്തം ശരീരത്തെ വരുന്നില്ലല്ലോ. വിശ്വാസമേ എന്ന പോലെ അവൻ അതിനെ പരിപോഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. ഇത് നാമോദ്ദേശങ്ങളാണ്. ഇക്കാലത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും. അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. ഇതൊരു വലിയ രഹസ്യമാണ്. ഞാൻ വിശ്വായും അവന്റെ സഭയെ കുറിച്ചാണ് പറയുന്നത്. ചുരുക്കത്തിൽ നിങ്ങളാരോ വ്യക്തിയും തന്നെ പോലെ തന്നെ ഭാര്യമാരെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. ഭാരതമോ
ലോകത്തിന് ജീവനും രക്ഷയും പ്രസംഗിച്ച വിശുദ്ധ മത്തായി ശ്ലീഹാ എഴുതിയ സുവിശേഷത്തിൽ നിന്ന് ശരീരം ധരിച്ചവനും ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷകനുമായ യേശുമിശിഹായുടെ ലോകവാസകാലത്ത് ഇവ ഇപ്രകാരം അരുളി ചെയ്തു. പരീക്ഷന്മാരടുത്ത് ചെന്നവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഏതെങ്കിലും കാരണത്താൽ ഒരുവൻ ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? അവൻ മറുപടി പറഞ്ഞു, സൃഷ്ടാവ് ആദ്യം മുതലേ അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു എന്നും ഈ കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കും, അവരിരുവരും ഏക ശരീരമായി തീരുമെന്ന് അവിടുന്ന് അരുളി ചെയ്തിട്ടുണ്ടെന്നും നിങ്ങൾ വായിച്ചിട്ടില്ലേ? ആകയാൽ അവർ രണ്ടല്ല ഒരു ശരീരമാകുന്നു. ദൈവം സംയോജിപ്പിച്ചത് മനുഷ്യൻ വേർതിരിക്കരുത്. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഭവിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, അല്പസമയം എല്ലാവർക്കും അവിടെ ഇരിക്കാം. ബഹുമാനപ്പെട്ട സിബി അച്ഛന് വധുവരന്മാരെ ആശംസിച്ചുകൊണ്ട് ഏതാനും വാക്കുകൾ സംസാരിക്കും. ബഹുമാനപ്പെട്ട വൈദികരെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ, പ്രിയപ്പെട്ട ബിബിനും ലീനയും ദൈവത്തിൻ്റെ സിംഹാസനമായ വിശുദ്ധ ബലിപീഠത്തെയും വിശുദ്ധ ഏവൻഗേലിയോനെയും ദൈവത്തിൻ്റെയും സഭയുടെയും പ്രതിനിധികളായ പുരോഹിതരെയും ദൈവജനത്തെയും സാക്ഷി നിർത്തിക്കൊണ്ട് വിവാഹമെന്ന കൂദാശയിലൂടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇവർക്ക് രണ്ടുപേർക്കും ഈ ദിവസത്തിൻ്റെ എല്ലാ മംഗളങ്ങളും പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും പ്രത്യേകമായി ആശംസിക്കുന്നു. വിവാഹ കൂദാശയിൽ പ്രധാനമായി 2 ശുശ്രൂഷകളാണ് ഉള്ളത്. ഒന്നാമത്തെ ശുശ്രൂഷ നമുക്കറിയാം, മോതിരം വാഴ്ത്തലിന്റെ ശുശ്രൂഷയാണ്. എന്താണ് ആ ശുശ്രൂഷ അർത്ഥമാക്കുന്നത്? പ്രിയപ്പെട്ട ബിബിനും ലീനയും ചെയ്യുന്ന ഉടമ്പടിയുടെ പ്രതീകമാണ്. ഇവര് ഈ ഉടമ്പടിയുടെ അടയാളമായി വിവാഹത്തിന്റെ മോതിരം അവര് കർത്താവിന്റെ കൈകളിൽ നിന്നാണ് സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളെ പ്രാർത്ഥനയിൽ ഇങ്ങനെ ചൊല്ലിയത്, അദൃശ്യമായ തന്റെ വലതുകരം നിങ്കലേക്ക് നീട്ടട്ടെ. അപ്പോൾ ഇവർ ഈ ഉടമ്പടിയുടെ മോതിരം സ്വീകരിച്ചത് മിശിഹായുടെ ഈശോയുടെ കരങ്ങളിൽ നിന്നാണ്. എന്ന് പറഞ്ഞാൽ ഇവര് രണ്ടുപേരും ചെയ്യുന്ന ഒരു ഉടമ്പടിയല്ല, 3 പേര് തമ്മിലുള്ള ഒരു ഉടമ്പടിയാണ്. പ്രിയപ്പെട്ട ബിബിനും ലീനയും ദൈവവും കൂടെ ചേരുന്ന ഒരു ദൈവത്തോട് ചെയ്യുന്ന ഒരു ഉടമ്പടിയാണ്. അപ്പൊ അത് ജീവിതത്തിന്റെ അവസാനം വരെ നീണ്ടു നിൽക്കുന്ന ഒരു ഉടമ്പടി. ഈ മോതിരങ്ങൾ അവർ സ്വീകരിക്കുന്നതിന് അതിന് പ്രതീകമായി തന്റെ ശരീര രക്തങ്ങൾ നൽകിക്കൊണ്ടാണ്. സഭാപിതാക്കന്മാര് അതിനെ പറയുന്നത് ഇങ്ങനെയാണ്, മിശിഹ സഭയ്ക്ക് വിവാഹ മോതിരമായി നൽകിയത് തന്റെ തിരുശരീര രക്തങ്ങൾ നൽകിയാണ് അവളെ തന്റെ വധുവാക്കി തീർത്തത്. ഇവിടെ ഇവര് ഈ വിവാഹ ഉടമ്പടിയുടെ മോതിരം സ്വീകരിച്ച് ഇവര് മിശിഹ ഈശോയെ അവരുടെ ജീവിതത്തിന്റെ മധ്യസ്ഥനായി സ്വീകരിച്ചു. ദൈവവുമായി ഒരു ഉടമ്പടി ഉറപ്പിച്ചു. ജീവിതത്തിന്റെ അവസാനം വരെ ഈ ഉടമ്പടിയിൽ ഉറച്ചു നിൽക്കാൻ, ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ ഇവർക്ക് രണ്ടുപേർക്കും സാധിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ്. രണ്ടാമത്തെ ശുശ്രൂഷ, ഇനി നടക്കാൻ പോകുന്ന ശുശ്രൂഷ കിരീടം വാഴ്ത്തലിന്റെ ശുശ്രൂഷയാണ്. കിരീടം വാഴ്ത്തലിന്റെ ശുശ്രൂഷയിൽ ഇങ്ങനെ പറയും, വാനിൽ നിന്നൊരു മകുടം കർത്തൻ കൈയാൽ ഇറങ്ങി.
മണവാളനെ ആചാര്യൻ അണിയിക്കും മകുടം രമ്യം. അപ്പൊ ഈ വിവാഹത്തിന്റെ ഈ ശുശ്രൂഷയുടെ സമയത്ത് ഈ കിരീടം ഇവരെ അണിയിക്കുന്നത് കർത്താവ് തന്നെയാണ്. കർത്താവിന്റെ കരങ്ങളിൽ നിന്നാണ് ഇവര് ഈ കിരീടം സ്വീകരിക്കുന്നത്. എന്താണ് ഈ കിരീടത്തിന്റെ അർത്ഥം? നമുക്കറിയാം, രാജാക്കന്മാരെയാണ് സാധാരണ കിരീടധാരണം നടത്തുന്നത്. അപ്പോൾ ഈ ബലിപീഠത്തിന് മുമ്പിൽ വെച്ച് ബിബിനെയും ലീനയും കിരീടധാരണം നടത്തി കുടുംബത്തിന്റെ നേതാവും അല്ലെങ്കിൽ രാജാവും രാജ്ഞിയുമായി ദൈവം ഇപ്പോൾ അഭിഷേകം ചെയ്യുകയാണ്. ദൈവമാണ് ഇവരെ അഭിഷേകം ചെയ്യുന്നത്. അപ്പോൾ അവർ സ്വീകരിക്കുന്ന ഈ ഒരു രാജത്വത്തിന്റെ കുടുംബമാകുന്ന ആ ദേവാലയത്തിന്റെ പുരോഹിതനും പുരോഹിതയുമായി രാജാവും രാജ്ഞിയുമായി അവരെ അഭിഷേകം ചെയ്യുന്നതിന്റെ അടയാളമാണ് ഇവർ സ്വീകരിച്ചിരിക്കുന്ന കിരീടം. രണ്ടാമതായി, ഇവർ സ്വീകരിക്കുന്ന ഈ കിരീടം സ്വർഗത്തിൽ ഇവർക്ക് ലഭിക്കാനിരിക്കുന്ന കിരീടത്തിന്റെ മുൻരൂപമാണ്. വെളിപാട് പുസ്തകം 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, മരണം വരെ വിശ്വസ്തനായിരിക്കുക, ജീവന്റെ കിരീടം ഞാൻ നിനക്ക് തരും. അപ്പോൾ ഇവരെ ജീവിതത്തിൽ വിശ്വസ്തയോടെ ജീവിച്ച് ഇവർ പ്രാപിക്കാനിരിക്കുന്ന ജീവന്റെ കിരീടത്തെ സൂചിപ്പിക്കുന്നതാണ് നിങ്ങൾ അണിയുന്ന ഈ കിരീടം. കുരിശുമാല പ്രതീകമായി, കിരീടത്തിന്റെ പ്രതീകമായി അണിയിക്കുമ്പോൾ സ്വർഗത്തിൽ നിങ്ങൾക്ക് ലഭിക്കാനിരിക്കുന്ന നിത്യതയുടെ കിരീടത്തിന്റെ പ്രതീകമാണ്. ഇന്നു മുതൽ വിശുദ്ധിയോടെ വിശ്വസ്തയോടെ നിങ്ങൾ കുടുംബജീവിതം ജീവിക്കുമ്പോൾ ദൈവം നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന കിരീടം ദൈവം നിങ്ങൾക്ക് തരും എന്ന് ദൈവം നിങ്ങളോട് പറയുകയാണ്. മൂന്നാമതായി, ഈ കിരീടം ദൈവം തരുന്ന കൃപകളുടെ അനുഗ്രഹത്തിന്റെ പ്രതീകമാണ്. എല്ലാ ആത്മീയ അനുഗ്രഹങ്ങളും ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കിരീടം ധരിപ്പിക്കുക. സ്വർഗത്തിൽ നിന്ന് ദൈവം നിങ്ങൾക്ക് നൽകുന്ന ഈ കുടുംബജീവിതം നയിക്കാൻ ആവശ്യമായ കൃപകളുടെ പ്രതീകമാണ് ഇന്ന് നിങ്ങളെ അണിയിക്കുന്ന ഈ കിരീടം. നാലാമതായി, ഈ കിരീടം മിശിഹ അണിഞ്ഞ മുൾമുടിക്ക് സദൃശ്യമാണ്. അതുകൊണ്ടാണ് നമ്മുടെ പാട്ടിൽ ചൊല്ലും, ഈ കിരീടം തിരുമുൾമുടിയോട് സദൃശ്യം, ഉപമം എന്ന് ചൊല്ലുക. ഈ കിരീടം, നിങ്ങൾ സ്വീകരിക്കാതിരിക്കുന്ന ഈ കിരീടം മിശിഹ അണിഞ്ഞ തിരുമുൾമുടിയോട് സദൃശ്യമാണ്. എന്താണ് അത് നിങ്ങളോട് പറയുക? നിങ്ങളുടെ ജീവിതത്തിൽ സുഖത്തിന്റെയും സന്തോഷത്തിന്റെയും കാലങ്ങൾ മാത്രമല്ല, ജീവിതത്തിൽ കുരിശുകളുടെ അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും. മിശിഹ കടന്നുപോയ അതേ കുരിശിന്റെ അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും. ഒറ്റപ്പെടലുകളോ പരിഹാസങ്ങളോ നിന്ദനങ്ങളോ ദാരിദ്ര്യമോ ഒക്കെ അനുഭവിക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോഴും നിങ്ങൾ മുൻപോട്ട് പോകണം. ഈ കുരിശ് നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാണ് എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്ന കിരീടം കൂടിയാണ് ഇന്ന് നിങ്ങളുടെ ശിരസിൽ വെക്കാൻ പോകുക. അതുകൊണ്ട് പ്രിയപ്പെട്ട ബിബിൻ, ലീന, നിങ്ങളെ ഇന്ന് ഒന്നിപ്പിക്കുന്നത് ദൈവമാണ്. പൂർവ്വപിതാക്കളെ അനുഗ്രഹിച്ച് വിശുദ്ധീകരിച്ച് കുടുംബമായി രൂപാന്തരപ്പെടുത്തിയ ദൈവം, ഇസ്രായേലിനെ സ്വന്തം വധുവെന്ന പോലെ സ്നേഹിച്ച് അവളുടെ ജീവിതത്തിൽ ഉടനീളം കൂടെ നടന്ന ദൈവം, ഒരു കുടുംബത്തിൽ വന്നു പിറന്ന് കുടുംബബന്ധത്തെ വിശുദ്ധീകരിച്ച് അനുഗ്രഹിച്ച ദൈവം, കാനായിലെ കല്യാണ വിരുന്നിലേക്ക് കടന്നു ചെന്ന് അവിടുത്തെ കുറവുകളെ പരിഹരിച്ച് കുടുംബ ജീവിതത്തെ വിശുദ്ധീകരിച്ചവനായ അതേ ദൈവമാണ് ഇന്ന് നിങ്ങളെ തമ്മിൽ ഒന്നിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ രണ്ടുപേരും ഓർത്തിരിക്കുക, നിങ്ങൾ തമ്മിലുള്ള ഒരു കേവലമായ ഒരു ബന്ധമല്ല ഇത്, മറിച്ച് 3 പേര് തമ്മിലുള്ള പാവനമായ ബന്ധമാണ്. നിങ്ങളും ദൈവം കൂടി ചെയ്ത മാർഗങ്ങളുണ്ട്. ദൈവത്തോട് ചേർത്ത് നിർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം എന്താണ്? ഓരോ കുർബാനയും നമ്മളോട് പറയുന്നത് ജീവന് തുല്യം നിന്നെ ഞാൻ സ്നേഹിക്കുന്നു എന്നാണ്. ഓരോ കുർബാനയും നമ്മളോട് പറയാം, അവന്റെ ശരീര രക്തങ്ങൾ നൽകാൻ തക്കതുപോലെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, എന്റെ ജീവനേക്കാൾ ഞാൻ നിന്നെ വിലമതിക്കുന്നു എന്ന് ഓരോ കുർബാനയും എന്നോട് പറയുക. പ്രിയപ്പെട്ട ബിബിനും ലീനയും അവരുടെ സ്നേഹത്തിന്റെ പാഠങ്ങൾ പഠിക്കേണ്ടത് ഈ കുർബാനയിൽ നിന്നാണ്. കർത്താവ്
നമ്മെ ഓരോരുത്തരെയും സ്നേഹിച്ചത് അവന്റെ ശരീര രക്തങ്ങൾ നൽകി, അവന്റെ ജീവൻ നൽകിയാണെങ്കിൽ ഓരോ കുർബാനയിൽ സംബന്ധിക്കുന്ന ബിബിനോടും ലീനയോടും ദൈവം പറയുന്നത് തന്നെയാണ്, ഇതുപോലെ നിങ്ങളും സ്നേഹിക്കണം. ഇന്നത്തെ ലേഖന ഭാഗത്തിൽ അതാണ് നമ്മളോട് പറഞ്ഞത്. മിശിഹാ സഭയെ സ്നേഹിച്ചത് അവന്റെ ശരീര രക്തങ്ങൾ നൽകിക്കൊണ്ടാണെങ്കിൽ നിങ്ങളും പരസ്പരം സ്നേഹിക്കണമെന്ന്, വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണമെന്ന്, പരസ്പരം നൽകാൻ തയ്യാറാകണമെന്ന്, ജീവന് തുല്യം ജീവിത പങ്കാളിയെ സ്നേഹിക്കണമെന്ന് ഓരോ കുർബാനയും നിങ്ങളെ പഠിപ്പിക്കും. അതുപോലെ ഈ കുർബാന യാത്രാ ഭക്ഷണമാണ്. നിങ്ങളുടെ കുടുംബ ജീവിതത്തിന്റെ ഈ യാത്ര, സ്വർഗത്തിലേക്കുള്ള യാത്ര തുടരുമ്പോൾ നിരന്തരമായി നിങ്ങളെ ശക്തിപ്പെടുത്തി ഈ സ്വർഗത്തിന് അവകാശികളാക്കാൻ ഈ ആത്മീയ ഭക്ഷണത്തിന് സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട ബിബിനും ലീനയും എല്ലാ ഞായറാഴ്ചയും ഒന്നിച്ച് വിശുദ്ധ കുർബാന അർപ്പിക്കണം, കുർബാന സ്വീകരിക്കണം. അത് നിങ്ങളുടെ കുടുംബ ജീവിതത്തിന്റെ ജീവനാണ്. രണ്ടാമതായി ദൈവത്തിന്റെ വചനമാണ് നിങ്ങളുടെ കാലുകൾക്ക് വിളക്ക്. സങ്കീർത്തനം 119, 105 അതാണ് പറയുക, അങ്ങയുടെ വചനം എന്റെ പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമാണ്. നിങ്ങളുടെ രണ്ട് ജീവരുടെയും കുടുംബജീവിതത്തിന്റെ മാർഗനിർദ്ദേശം, വിളക്ക് ഈ വചനമാണ്. അതുകൊണ്ടാണ് നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായത്തിൽ ഇസ്രായേലിലെ മാതാപിതാക്കളോട് ദൈവം പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് നൽകുന്ന കൽപ്പനകളും ചട്ടങ്ങളും നിങ്ങളുടെ വീടിന്റെ കൽപ്പനപ്പടികളിലും ജനലുകളിലും ആലേഖനം ചെയ്യണം. ഉണരുമ്പോഴും ഉറങ്ങുമ്പോഴും എല്ലാം അതിനെക്കുറിച്ച് ധ്യാനിക്കണം. എന്നിട്ട് ജാഗരൂകതയോടെ അത് നിന്റെ മക്കളെ പഠിപ്പിക്കണം. പ്രിയപ്പെട്ട ബിബിൻ ലീന, നിങ്ങൾ ഒരിക്കലും മറക്കരുത്, നിങ്ങളെ ദൈവം ഏൽപ്പിക്കുന്ന ഏറ്റവും വലിയ ഉത്തരവാദിത്വം നിങ്ങൾക്ക് ദൈവം നൽകുന്ന അനുഗ്രഹീത സന്താനങ്ങളെ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുക, വിശ്വാസത്തിൽ വളർത്തുക എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ എന്നും ഒന്നിച്ചിരുന്ന് വചനം വായിക്കുക. നിങ്ങൾ ഓർത്തിരിക്കുക, നിങ്ങളുടെ ജീവിതത്തിന് ആവശ്യമായതൊക്കെ ആ വചനത്തിലുണ്ട്. നിങ്ങൾക്ക് നൽകേണ്ട ഉപദേശങ്ങൾ, തിരുത്തലുകൾ, മാർഗനിർദ്ദേശങ്ങൾ, സ്നേഹത്തിന്റെ വചനങ്ങൾ, വാഗ്ദാനങ്ങൾ എല്ലാം അവൻ അതിൽ ചേർത്ത് വെച്ചിട്ടുണ്ട്. എന്നും ഒന്നിച്ച് വചനം വായിക്കാൻ കഴിയട്ടെ. മൂന്നാമതായി പരിശുദ്ധ അമ്മയോടുള്ള നിങ്ങളുടെ ബന്ധമാണ് നിങ്ങളുടെ ജീവിതത്തെ ദൃഢമായി നിലനിർത്തുന്നത്. കാനായിലെ കല്യാണ വിരുന്നിലെ കുറവുകളെ പരിഹരിച്ച അമ്മ നിങ്ങളുടെ ജീവിതത്തിന്റെ കുറവുകളെ പരിഹരിക്കും. എലിസബത്തിന്റെ കുടുംബത്തിലേക്ക് കടന്നു എന്ന് ആത്മാവിനാൽ ആ കുടുംബത്തെ നിറച്ച അമ്മ നിങ്ങളുടെ കുടുംബജീവിതത്തെയും ആത്മാവിന്റെ അഭിഷേകത്താൽ നിറയ്ക്കും. ഈ അമ്മയോട് ബന്ധമുള്ളവരാകണം. കുറവുകൾ സംഭവിക്കുമ്പോഴൊക്കെ ഈ അമ്മയുടെ അടുക്കിലേക്ക് ചെല്ലണം. അമ്മ നിങ്ങളെ ഈശോയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. എന്നും ജപമാല ചൊല്ലി പരസ്പരം നിങ്ങൾ സമർപ്പിക്കാൻ, പരസ്പരം കൊടുക്കാൻ, ദൈവ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാൻ നിങ്ങൾ കഴിയട്ടെ. തിരുകുടുംബത്തെ സംരക്ഷിച്ച അമ്മ നിങ്ങളുടെ കുടുംബങ്ങളെ സംരക്ഷിക്കും. നാലാമതായി ദൈവം നിങ്ങൾക്ക് നന്മകൾ നൽകും, സമ്പത്ത് നൽകും. നിങ്ങൾക്ക് നൽകുന്ന സമ്പത്ത്, നിങ്ങൾക്ക് നൽകുന്ന നന്മകൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ ഒരിക്കലും പഠിക്കരുത്. ഈശോ പറഞ്ഞിട്ടില്ലേ, എൻ്റെ എളിയ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ ചെയ്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തത് എന്ന്. നിങ്ങൾക്ക് കിട്ടുന്നതിൻ്റെ ഒരു പങ്ക് ഇല്ലാത്തവരുമായി പങ്കുവയ്ക്കാൻ കഴിയുമ്പോൾ നിങ്ങൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരായി മാറും. അതുകൊണ്ട് പ്രിയപ്പെട്ട ബിബിനും ലീനയ്ക്കും എന്നും അവരുടെ ജീവിതത്തിൽ സന്തോഷത്തോടെ ദൈവത്തിൽ ആശ്രയിച്ച് മുൻപോട്ട് പോകാൻ കഴിയട്ടെ. തോബിത്ത് രണ്ടുപേരും സഭയെയും ദേവാലയത്തെയും പ്രത്യേകമായി സ്നേഹിക്കുന്ന രണ്ട് മക്കളാണ്. പുരോഹിതരെയും അല്ലെങ്കിൽ ദേവാലയത്തിന്റെ ക്രമീകരണങ്ങൾക്ക് വേണ്ടി അവരുടെ ജീവിതത്തിൽ അവരേതറ്റം വരെ അല്ലെങ്കിൽ എന്ത് സഹായവും ചെയ്യാൻ സന്നദ്ധരായവരാണ് രണ്ടുപേരും. ഇവിടെ എക്സിബിഷന്റെ പ്രവർത്തനങ്ങൾക്കുമൊക്കെ വളരെ ശക്തമായ നേതൃത്വം നൽകുന്നവരാണ് പ്രിയപ്പെട്ട ബിബിനും ലീനയും. പ്രത്യേകിച്ച് എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും അടുത്ത് പ്രിയപ്പെട്ട ബിബിനോടുള്ള ബന്ധമാണ്. ഞാൻ ഇവിടെ ആയിരുന്നപ്പോൾ എൻ്റെ ഏത് കാര്യത്തിനും, എവിടെ കൊണ്ടുപോകാനും, എന്ത് ശുശ്രൂഷകൾക്കും എപ്പോഴും ബലമായി ബിബിൻ കൂടെ ഉണ്ടായിരുന്നു. ആ ഒരു നന്മ നിങ്ങളുടെ ജീവിതത്തിൽ എന്ന് നിലനിൽക്കട്ടെ. ദൈവം സമൃദ്ധമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.
അഖിലാധിപനാം നിൻ പ്രാഗൽഭ്യത്തെ വിധി പോൽ ഭംഗ്യം ഘോഷിച്ചു. ഈ കിരീടങ്ങളും ഇവ വയ്ക്കപ്പെടുന്ന ശിരസ്സുകളും എന്നേക്കുമായി ആശീർവദിക്കപ്പെട്ട് പൂർണ്ണമാക്കപ്പെടുന്നു. വാനിൽ നിന്നോരു മകുടം കയ്യാലിറങ്ങി മണവാളനെ ആചാര്യൻ അണിക്കും മകുടം രമ്യം. ഇമ്പം നൽകൂ നാഥാ, മുടിയാൽ മടവാളെന്നും മണവറയാൽ മടവാളിക്കും. കർത്തൻ കയ്യാലിറങ്ങി മണവാളനെയാചാര്യൻ അണിക്കും മകുടം രമ്യം. നിത്യവിരുന്നിൻ അധിപാ നിന്നോടൊപ്പം ഞങ്ങൾ മോദിച്ചിടും സദനം. കർത്താവിനെ നീതിയുടെ കിരീടമണിയിക്കുകയും അനശ്വരതയുടെ അലങ്കാരങ്ങളാൽ വിഭൂഷിതനാക്കുകയും ശത്രുവിന്റെ സർവശക്തിക്കുമെതിരായി അജയ്യമായ ആയുധം തന്നെ ധരിപ്പിക്കുകയും ചെയ്യട്ടെ. വാനിൽ നിന്നോരു മകുടം കർത്തൻ കയ്യാലിറങ്ങി മണവാട്ടിയാചാര്യൻ അണിക്കും മകുടം രമ്യം.
കർത്തൻ കയ്യാലിറങ്ങി മണവാട്ടിയാചാര്യൻ അണിക്കും മകുടം രമ്യം. ആയുഷ്കാലമെല്ലാം സന്തോഷിക്കുവാൻ നിനക്ക് സംഗതിയാകട്ടെ. ശ്രീവായുടെ ഈ ചിഹ്നം ആശീർവദിക്കപ്പെടുന്നു. പിതാവിന്റെ നാമത്തിലും പുത്രന്റെ നാമത്തിലും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെ നാമത്തിലും ശുഭചിഹ്നം താൻ സ്ലീവാ വിജയ കൊടിക സ്ലീവാ നമ്മെ രക്ഷിച്ചിടുന്നു. സ്ലീവായിൽ പുകഴുന്നു നാം. മനുഷ്യ ജീവിതത്തിൽ ഇഷ്ടം തോന്നുന്ന കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ സന്തുഷ്ടനായി നിങ്ങളുടെ ബന്ധത്തെ അനുഗ്രഹിക്കട്ടെ. സ്വർഗീയ മണവാളനായ മിശിഹ തൻ്റെ യഥാർത്ഥ മണവാളത്വത്താൽ നിങ്ങളുടെ മണവാളത്വത്തിന് മുദ്രയിടട്ടെ. മിശിഹ തൻ്റെ സഭയിൽ സന്തോഷിച്ച പ്രകാരം നിങ്ങൾക്കും അന്യോന്യം സന്തോഷിക്കുവാനിടയാകട്ടെ. കരുണയുള്ള തൻ്റെ വലതുകൈ നിങ്ങളുടെ മേൽ ആവസിപ്പിച്ച് സകല ഉപദ്രവങ്ങളിൽ നിന്നും നിങ്ങളെ സംരക്ഷിക്കട്ടെ. സമാധാന ദൂതൻ നിങ്ങളോട് കൂടെ ഇരുന്ന് ആകൽ കരുസായുടെ ചതിയിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളട്ടെ. മാരകമായ സൂര്യയിൽ നിന്ന് ദൈവം നിങ്ങളെ രക്ഷിക്കുകയും പരസ്പരം സന്തോഷിപ്പിക്കുകയും നിങ്ങളുടെ ദുഃഖങ്ങൾ നീക്കിക്കളയുകയും ചെയ്യട്ടെ. അബ്രഹാം ഇസഹാക്കിലും ഇസഹാക്ക് യാക്കോബിലും യാക്കോബ് യൗസേപ്പിലും സന്തോഷിച്ച പ്രകാരം നിങ്ങളും സന്തോഷിക്കേണ്ടതിന് ഉത്തമ സന്താനങ്ങളെ കർത്താവ് നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. നിങ്ങൾ വർദ്ധിച്ചു പെരുകി ഭൂമിയിൽ നിറയുവിൻ എന്ന് നോഹയോടും മക്കളോടും കൽപ്പിച്ചുകൊണ്ട് ദൈവം അവരെ അനുഗ്രഹിച്ച വാഴ്വ് നിങ്ങളിൽ വസിക്കട്ടെ. ദൈവം അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും കൊടുത്ത അനുഗ്രഹം നിങ്ങളിലും വസിക്കട്ടെ. ആകാശത്ത് നിന്ന് മഞ്ഞും മഴയും ഭൂമി ഉത്പാദിപ്പിക്കുന്ന സർവ്വ സൽഫലങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. നിന്റെ പിതാവിൻ്റെ ദൈവം നിന്നെ സഹായിക്കട്ടെ എന്ന്
യാക്കോബ് തന്റെ പുത്രനായ യൗസേപ്പിന് നൽകിയ അനുഗ്രഹം നിങ്ങളിൽ വർഷിക്കട്ടെ. ഐശ്വര്യങ്ങളാലും സമ്പാദ്യങ്ങളാലും സൗഭാഗ്യങ്ങളാലും ദൈവം നിങ്ങളെ സമ്പന്നരാക്കട്ടെ. മിസ്രൈമിൽ നിന്ന് പുറങ്ങിയ മഹോന്നതൻ നിങ്ങളെയും നമ്മുടെ ഈ സംഘത്തെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി അർപ്പിക്കാം. പ്രിയ സഹോദരങ്ങളെ, നാം ഏവരും ദൈവഭവനത്തിൽ സന്നിഹിതരായിരിക്കുന്ന ഈ അവസരത്തിൽ വിശ്വാസികളെ ഗുണദോഷിക്കുകയും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഇവർ സത്യത്തിലും നീതിയിലും സൽപ്രവൃത്തികളിലും തൽപരരും നല്ല കാര്യങ്ങളിൽ ഉത്സാഹികളും ആയിരിക്കണമെന്ന് ഉറപ്പായി കൽപ്പിക്കുകയും ചെയ്യുക എന്നൊരു പാരമ്പര്യം നമുക്കുണ്ട്. ഇത് വിശുദ്ധ പിതാക്കന്മാരിൽ നിന്ന് നാം സ്വീകരിച്ചിട്ടുള്ളതും ബഹുമാന്യരായ പൂർവികർ നമ്മളെ ഭരമേൽപ്പിച്ചിട്ടുള്ളതുമാണ്. മക്കളെ, നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് ദൈവസന്നിധിയിലും നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ സിംഹാസനമായ ബലിപീഠത്തിന്റെയും ശ്ലീഹായുടെയും വിശുദ്ധ ഏവൻഗേലിയോന്റെയും ഈ സമൂഹത്തിന്റെയും മുൻപാകെയാവുന്നുവെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. മനോഗതങ്ങൾ അറിയാത്തവന്റെ അല്ല, അറിയുന്നവന്റെ സന്നിധിയിലത്രേ നിങ്ങൾ നിൽക്കുന്നത്. ഇതാ ഇപ്പോൾ മുതൽ ഞാൻ നിങ്ങളെ അന്യോന്യം ഭരമേൽപ്പിക്കുന്നു. എനിക്കും നിങ്ങൾക്കുമിടയിൽ ദൈവം മധ്യസ്ഥനായിരിക്കട്ടെ. നിങ്ങൾ നിയമവിരുദ്ധമായി എന്തെങ്കിലും ചെയ്യുന്ന പക്ഷം ഞാൻ കുറ്റമില്ലാത്തവനായിരിക്കും. പട്ടക്കാരിലും ശമാശന്മാരിലും വിശ്വാസികളായ ജനത്തിലും മണവാളനിലും മണവാട്ടിയിലും ക്ഷണിക്കപ്പെട്ടവരിലും ക്ഷണിച്ചവരിലും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും കരുണയും സമൃദ്ധമായി ആവസിക്കുമാറാകട്ടെ. അനുഗ്രഹീതയും ദൈവമാതാവുമായ വിശുദ്ധ കന്യകാമറിയാമിൻ്റെയും നമ്മുടെ കർത്താവിനെ സ്നേഹിച്ച് അവിടുത്തെ കൽപ്പനകൾ ആചരിച്ച സകല വിശുദ്ധന്മാരുടെയും വിശുദ്ധ യേശു മിശിഹായുടെ വലതു കൈ നിങ്ങളെല്ലാവരിലും എപ്പോഴും വസിക്കുവാൻ ഇടയാകട്ടെ.
വിശ്വാസികളെ, ഈ അനുശാസനങ്ങൾ നിങ്ങൾ എല്ലാവരോടും ഉള്ളതാകുമെന്ന് അറിഞ്ഞുകൊള്ളുക. നിങ്ങൾ ഓരോരുത്തരും അവനവൻ്റെ ഭാര്യയോടുള്ള ബന്ധം എങ്ങനെയായിരിക്കണമെന്ന് ശ്രദ്ധിക്കുക. എന്തെന്നാൽ അവൾ സ്വജനങ്ങളെ വിട്ട ഭർത്താവിനോട് യോജിച്ചിരിക്കുന്നു. അതിനാൽ അവൻ അവളെ പ്രീതിപ്പെടുത്തി അവളോട് ദയാപൂർവം വർത്തിക്കണം. സ്വപ്രാണനെ പോലെ അവൻ അവളോട് വർത്തിക്കണം. അവൻ വിശന്നിരുന്നാലും അവൾക്ക് ഭക്ഷണം കൊടുക്കണം. അവൻ ദാഹിച്ചിരുന്നാലും അവൾക്ക് കുടിക്കാൻ കൊടുക്കണം. അവളും അവനെ യഥോചിതം പരിചരിക്കുവാൻ കടപ്പെട്ടവളാകുന്നു. സകലത്തിലും സൗഹാർദ്ദത്തോടും സ്നേഹം ആത്മീയമായ ശുശ്രൂഷയിൽ ഞങ്ങളോടുകൂടെ സംബന്ധിച്ചവരായി നിങ്ങളെ ഓരോരുത്തരെയും ദൈവമായ കർത്താവ് വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെയും വിശ്വാസികളായ മരിച്ചുപോയവരെയും ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവേ, ബലഹീനമുള്ളതും കുറവുള്ളതുമായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ നിന്റെ ഉന്നത സിംഹാസനത്തിന് മുമ്പാകെ കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയുമാക്കി തീർക്കണമേ. Thank you.